ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ മുത്തശ്ശി. ആ മോനെ, ഒരത്യാവശ്യ കാര്യം പറയാനാ മുത്തശ്ശി ഈ നേരത്ത് വിളിച്ചത്. എന്തുപറ്റി? ഞാൻ ഇന്നൊരു സിദ്ധനെ കണ്ടിരുന്നു. നിങ്ങളുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് അദ്ദേഹമാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം നിങ്ങൾ രണ്ടുപേരെ അറിയിക്കണമെന്ന് തോന്നി. അതാ ഈ നേരത്ത് വിളിച്ചത്. ഗാഥ എന്റെ അടുത്തുണ്ട്. രണ്ടുപേരോടും പറയേണ്ട കാര്യമാണെങ്കിൽ ഫോൺ സ്പീക്കറിലിടാം. ആ, എന്നാ രണ്ടുപേരും കൂടി കേട്ടോളൂ, അതാ നല്ലത്. മോള് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് മുത്തശ്ശി. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഒരുപാട് കാലം സന്തോഷത്തോടെ മുമ്പോട്ട് പോകണമെന്നാ ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. അതിന് മോള് ചെയ്യേണ്ട ചില ചടങ്ങുകളുണ്ട്. ചടങ്ങോ? അതെ, ചില ദോഷങ്ങൾ മാറാനുണ്ട്. അതിന് 41 ദിവസത്തെ വ്രതാചരണമുണ്ട്. അതെല്ലാം അനുഷ്ഠിക്കേണ്ടത് ഗാതമോളാ. എന്താ മുത്തശ്ശി പറയുന്നേ? ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞാ പിന്നെ നിങ്ങൾക്ക് യാതൊരു ആപത്തും ഉണ്ടാവില്ലെന്ന് പ്രത്യേകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 41 ദിവസവും മോൻ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് ഈ പൂജയ്ക്ക് കൂട്ടിരിക്കണമെന്നുള്ളതാ. മുത്തശ്ശി, ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? അങ്ങനെ പറയരുത് മോളെ. വിശ്വാസങ്ങളും അതിന്റെ ഫലങ്ങളും ഒക്കെ കണ്ണിൽ കണ്ട തലമുറയാ ഞങ്ങളുടേത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ എളുപ്പമായിരിക്കും. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാ നിങ്ങൾ ചിലപ്പോ വലിയ വലിയ ഡോക്ടർമാരുടെ അടുത്ത് പോവുമായിരിക്കും. പക്ഷേ മോള് കേട്ടിട്ടില്ലേ, പല സ്ഥലത്തും ഡോക്ടർമാര് ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു, ഇനി ദൈവത്തിന്റെ അനുഗ്രഹമാണ് വേണ്ടതെന്ന് പറയും. അപ്പോ ഏതാണ് സത്യം? മുത്തശ്ശി, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. മുത്തശ്ശി എന്തെങ്കിലും പൂജ നടത്തുന്നതിനോ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിനോ ഞാനെതിരല്ല. അതിന് ഞങ്ങളെ നിർബന്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ... നവീൻ, നീ എന്നോട് തർക്കിക്കാൻ വരരുത്. കളരിക്കൽ കുടുംബത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ എനിക്ക് താഴെയുള്ള ആർക്കും ഒന്നും സംഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നത്. അനുസരിച്ചേ പറ്റൂ. നവീൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതും ഈ 2025-ല്? എന്റെ കാര്യം വിട്. തനിക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടാവുമെന്ന് ഞാൻ കരുതി. താൻ പൂജാമുറിയിൽ കയറുന്നതും വിളക്കെടുക്കുന്നൊക്കെ കണ്ടപ്പോ നല്ല ഭക്തിയും വിശ്വാസമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ഓ, അതൊക്കെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടല്ലേ. നമുക്ക് എങ്ങനെയാ നവീൻ 41 ദിവസമൊക്കെ പിരിഞ്ഞിരിക്കാൻ പറ്റുന്നത്? ഐ കാണ്ട്. നവീൻ അത് വിട്ടുകളാം. ഓക്കെ, ഞാനതിന് ശ്രമിക്കണം. പിന്നെന്തോ പെട്ടെന്ന് മനസ്സങ്ങ് വല്ലാതെ. കഥ, നമുക്ക് കുറച്ചു നേരം പുറത്ത് ലോണിൽ പോയിരുന്നാലോ? എന്നിട്ട് മൈൻഡൊന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ആദ്യം നവീന്റെ മനസ്സ് ഓക്കെ ആവണല്ലോ. വാ, നമുക്ക് പുറത്തു പോവാം.